ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 211 വാല്യം 5 ഹെബ്രോണിൽ ഹാർദവമായ സ്വീകരണം. ഹെബ്രോണിന് സമീപം കുറ്റിക്കാട് പിടിച്ച സ്ഥലത്ത് എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. യൂദാസിന് തീർച്ചയായി മേരി അവരുടെ വീട്ടിൽ ചെല്ലുമെന്ന്. അതിനാൽ നല്ല സന്തോഷവും ഉന്മേഷവും. പഴയ സ്വഭാവക്കേടെല്ലാം എല്ലാവരും മറക്കട്ടെ എന്നുദ്ദേശിച്ച് എല്ലാവരുടെയും കാര്യത്തിൽ വളരെ താല്പര്യം കാട്ടുന്നുണ്ട്. സാധനങ്ങൾ വാങ്ങാൻ അയാൾ ഗ്രാമത്തിൽ പോയെന്ന് തോന്നുന്നു. ഗ്രാമത്തിൽ വളരെ വ്യത്യാസം കാണുന്നുണ്ടെന്ന് അഭിപ്രായപ്പെട്ടു. ഈശോയുടെ പ്രസംഗത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും വിവരം ഗ്രാമത്തിലെത്തിയിട്ടുണ്ട്. ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. ഡോറാസിന് ഈ പ്രദേശത്തും കുറേ സ്ഥലമുണ്ടെന്ന് ഗുരുവേ നിനക്കറിയാമോ? കൂസായുടെ ഭാര്യയ്ക്കും ഈ പർവ്വത പ്രദേശത്ത് കുറച്ച് സ്ഥലവും ഒരു മാളികയുമുണ്ട്. വിവാഹ നിശ്ചയത്തോടെ കിട്ടിയതാണ്. അവളും ഡോറാസിൻ്റെ കൃഷിക്കാരുമായിരിക്കണം നിലം ഒരുക്കിയിട്ടുള്ളത്. എസ്ദ്രലോണിലെ പണിക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. അയാൾ ഡോറാസ് അവരോട് വിലക്ക് കൽപ്പിച്ചെങ്കിലും അവരെ പീഡിപ്പിക്കുമെങ്കിലും അവർ മൗനമായിരിക്കില്ല. വൃദ്ധനായ ആ പ്രീശന്റെ മരണം എല്ലാവരിലും വിസ്മയമുളവാക്കി. അതുപോലെ യോവന്നായുടെ നല്ല ആരോഗ്യവും. അവൾ പെസഹായ്ക്ക് മുമ്പ് ഇവിടെ എത്തിയിരുന്നു. അഗ്ലയുടെ കാമുകനും അങ്ങേക്ക് സേവനം ചെയ്തു. നമ്മൾ ഇവിടെ വന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ ഒളിച്ചോടി. പ്രതികാരമായി അയാൾ നിർദോഷികളായ അനവധി ആളുകളെ പീഡിപ്പിച്ചു. അങ്ങനെ മർദ്ദിതരായവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യാൻ നീയുണ്ടാകുമെന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ അങ്ങയെ പ്രതീക്ഷിച്ചാണിരിക്കുന്നത്. അവരിൽ നല്ല ആളുകൾ. മർദ്ദിതർക്കു വേണ്ടി പകരം ചോദിക്കുന്നവൻ. തീർച്ചയായും അതാണ് ഞാൻ. എന്നാൽ സ്വഭാവാതീതമായ വിധത്തിൽ ലോകത്തിന്റെ അരൂപി അനുസരിച്ച് രാജചെങ്കോലും കോടാലിയും കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു രാജാവിനെ എന്നിൽ പ്രതീക്ഷിക്കുന്നത് ആരായാലും അത് തെറ്റാണ്. ഞാൻ വന്നത് തീർച്ചയായും ആളുകൾ മർദ്ദനത്തിൽ നിന്നും സ്വതന്ത്രരാക്കുന്നതിനാകുന്നു. ഏറ്റവും വലിയ മർദ്ദനമായ പാപത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, ആശ്വാസരാഹിത്യത്തിൽ നിന്നും, അജ്ഞത, സ്വാർത്ഥത എന്നിവയിൽ നിന്നും സ്വതന്ത്രരാക്കാനാണ്. ജനങ്ങളെ പീഡിപ്പിക്കുന്നത് ശരിയല്ല എന്ന് അനേകർ അറിയും. വിധി ചിലരെ ഉയർന്ന സ്ഥാനത്താക്കിയിരിക്കുന്നെങ്കിൽ അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാനല്ല, നേരെ മറിച്ച് ഉയർന്ന സ്ഥാനം ഉപയോഗിച്ച് താഴെ കിടക്കുന്നവരെ ഉയർത്താൻ ശ്രമിക്കേണ്ടതിനാണ്. ലാസറസ് അത് ചെയ്യുന്നുണ്ട്, യോവന്നായും. എന്നാൽ നൂറുകണക്കിന് ആളുകൾക്കെതിരെ ഇവർ രണ്ടുപേർ മാത്രം. ആശ്വാസരഹിതനായി ഫിലിപ്പ് പറയുന്നു. നദികൾ പതനസ്ഥലത്ത് എത്ര വീതിയുള്ളവയാണ്, എന്നാൽ ഉത്ഭവസ്ഥാനത്തോ ഏതാനും തുള്ളികൾ, പിന്നീട് അല്പമായി ഒഴുകുന്നു. അനന്തരം ചില നദികൾ പതനസ്ഥലത്തെത്തുമ്പോൾ കടലാണെന്ന് തോന്നും. ഓ നൈൽ നദി, നിങ്ങൾ ഈജിപ്തിലേക്ക് പോയപ്പോഴത്തെ കാര്യങ്ങളെല്ലാം നിന്റെ അമ്മ എന്നോട് പറഞ്ഞു. അവൾ എപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കടൽ എന്നെ വിശ്വസിച്ചോളൂ, പച്ച കലർന്ന നീലിമയുള്ള കടൽ. വെള്ളപ്പൊക്ക കാലത്ത് ജീവിക്കുന്ന സസ്യങ്ങളുടെയും കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. വെള്ളം ഇറങ്ങുന്ന കാലത്ത് ഇടതൂർന്ന് കാണുന്ന പച്ച. അൽഫേയിസിന്റെ ഭാര്യ മേരി പറയുന്നു. അതെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നൈൽ അതിൻ്റെ ഉത്ഭവത്തിൽ വെള്ളത്തിൻ്റെ ഒരു ചെറിയ ഒലിപ്പ് മാത്രമാണ്, പിന്നീട് രാക്ഷസനായിത്തീരുന്നു. അതുപോലെ ഇപ്പോൾ വളരെ കുറവ് മാത്രമുള്ള മഹൽ വ്യക്തികൾ, സ്നേഹത്താൽ കുനിയുന്നവർ, സഹോദരങ്ങളോട് അയൽക്കാരോടുള്ള സ്നേഹത്താൽ കുനിയുന്നവർ, പിൽക്കാലങ്ങളിൽ ഒരു വമ്പിച്ച ജനാവലിയായി തീരും. ഇപ്പോൾ യോവന്ന, ലാസറസ്, മർത്ത എന്നിവർ മാത്രം. എന്നാൽ പിൽക്കാലങ്ങളിൽ എത്രയധികം ആളുകൾ തങ്ങളുടെ സഹോദരങ്ങളോട് കാരുണ്യം കാണിക്കുന്നവരെയെല്ലാം ഈശോ കാണുന്നത് പോലെ. ഒരു ദർശനത്തിൽ ലയിച്ച് ഈശോ പുഞ്ചിരി തൂകുന്നു. യൂദാസ് പറയുന്നു, സിനഗോഗിന്റെ തലവൻ തൻ്റെ കൂടെ വരാൻ ആഗ്രഹം കാണിച്ചെന്നും അക്കാര്യത്തിൽ ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ സ്വയം ധൈര്യം കിട്ടിയില്ല എന്നും ജോൺ ഓർമ്മിക്കുന്നുണ്ടോ? കഴിഞ്ഞ വർഷം അയാൾ നമ്മളെ എങ്ങനെ ഓടിച്ചു വിട്ടെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് ഗുരുവിനോടൊന്ന് ചോദിക്കാം. ഈശോയോട് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി അവർ ഹെബ്രോണിലേക്ക് പോകുകയാണെന്നും
ആളുകൾ വിളിക്കുകയാണെങ്കിൽ നിൽക്കാമെന്നും ആണ്. ആരും വിളിക്കുന്നില്ലെങ്കിൽ നിർത്താതെ യാത്ര തുടരും. അപ്പോൾ നമ്മൾ സ്നാപകന്റെ വീടും കാണും അല്ലേ? ഇപ്പോൾ വീട് ആരുടേതാണ്? ആർക്കത് വേണമോ അവരുടേതാണ്. എനിക്ക് തോന്നുന്നത് ഷമൈ അവിടെ നിന്ന് പോയിട്ട് തിരിച്ചു വന്നിട്ടേ ഇല്ല. അയാൾ ഭൃത്യന്മാരെല്ലാവരെയും മേശ, കസേര മുതലായ വസ്തുക്കളും കൊണ്ടുപോയി. അതിന് പ്രതികാരമായി ആളുകൾ ചുറ്റുമുള്ള മതിലുകൾ തകർത്തു. വീട് ഇപ്പോൾ എല്ലാവരുടേതുമാണ്, കുറഞ്ഞ പക്ഷം തോട്ടമെങ്കിലും. അവരെല്ലാവരും സ്നാപകനെ ബഹുമാനിക്കാൻ അവിടെ കൂടാറുണ്ട്. അവർ പറയുന്നത് ഷമൈ കൊല്ലപ്പെട്ടു എന്നാണ്. കാരണം എന്തെന്നറിഞ്ഞുകൂടാ. മിക്കവാറും സ്ത്രീകൾ നിമിത്തമായിരിക്കണം. തീർച്ചയായും ദുഷിച്ച ചില തന്ത്രങ്ങളാണ് അവിടെ. നഥാനിൽ മീശയ്ക്കിടയിലൂടെ മന്ത്രിക്കുന്നു. അവർ എഴുന്നേറ്റ് ഹെബ്രോണിലേക്ക് സ്നാപകന്റെ വീടിനെ ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഹെബ്രോണിനോട് വളരെ അടുത്തു കഴിഞ്ഞപ്പോൾ ഒരു സംഘം ആളുകൾ അവർക്കെതിരെ വരുന്നു. വിചിത്രമായി തിങ്ങി നടക്കുന്നു, സംശയിച്ചും പരിഭ്രമത്തോടും കൂടെ. അതേസമയം ജിജ്ഞാസുക്കളായ ഒരു കൂട്ടം ആളുകൾ. എന്നാൽ ഈശോ പുഞ്ചിരിയോടെ അവരെ അഭിവാദ്യം ചെയ്യുന്നത് കണ്ടപ്പോൾ അവർക്ക് ധൈര്യമായി, അല്പം തുറവിയായി. സിനഗോഗിന്റെ ഗൗരവഭാവമുള്ള തലവൻ അവരുടെ ഇടയിൽ നിന്ന് മുന്നോട്ട് വരുന്നു. ഇയാളെ അവർ കഴിഞ്ഞ വർഷം കണ്ടതാണ്. നിങ്ങൾക്ക് സമാധാനം, ഈശോ ഉടനെ അഭിവാദ്യം ചെയ്തു. നിങ്ങളുടെ പട്ടണത്തിൽ സ്വല്പം താമസിക്കാൻ ഞങ്ങളെ അനുവദിക്കുമോ? ഞാൻ, എൻ്റെ പ്രിയ ശിഷ്യരും അവരിൽ ചിലരുടെ അമ്മമാരുമായി വന്നിരിക്കുകയാണ്. ഗുരുവേ, അങ്ങേക്ക് ഞങ്ങളോട് അല്ലെങ്കിൽ എന്നോട് പിണക്കമില്ലേ? പിണക്കമോ? അതെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തിനാണ് ഞാൻ പിണങ്ങേണ്ടതെന്നും എനിക്കറിഞ്ഞുകൂടാ. കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങൾക്ക് വിഷമം വരുത്തി. അറിയാത്ത ഒരു മനുഷ്യനെയാണ് നീ വിഷമിപ്പിച്ചത്. അങ്ങനെ ചെയ്യേണ്ടത് ശരിയാണെന്ന ബോധ്യത്തിലാണ് ചെയ്തത്. പിന്നീട് നിനക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ അതേക്കുറിച്ച് പശ്ചാത്താപവും ഉണ്ടായല്ലോ. എന്നാൽ അത് കഴിഞ്ഞു പോയ കാര്യമാണ്. പശ്ചാത്താപം പാപത്തെ നിർമാർജനം ചെയ്യുന്നു. അതുപോലെ തന്നെ വർത്തമാനകാലം ഭൂതകാലത്തെ മായ്ച്ചു കളയുകയാണ്. ഇപ്പോൾ ഞാൻ നിനക്ക് അപരിചിതനൊന്നുമല്ലല്ലോ. ഇപ്പോൾ എന്നോടുള്ള മനോഭാവം എന്ത്? ബഹുമാനത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയുമാണ് കർത്താവേ. ആഗ്രഹമോ? നീ എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? നിന്നെ കൂടുതൽ അറിയുവാൻ. ഇപ്പോൾ ഞാൻ അറിയുന്നതിൽ കൂടുതൽ. എങ്ങനെ? ഏതു വിധത്തിൽ അറിയാൻ? നിന്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നിന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിന്റെ തത്വോപദേശങ്ങൾ, നിന്റെ ശക്തി, സ്നാപകന്റെ മോചനത്തിൽ നീ ഇടപെട്ടു എന്നുള്ള വിവരം. അപ്പോൾ നിനക്ക് സ്നാപകനോട് വിദ്വേഷമുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ജോണിന് നിഷ്കാസനം ചെയ്യാൻ നീ ശ്രമിച്ചില്ല. ജോർദാൻ താഴ്വര വീണ്ടും കാണാനിടയായത് നീ നിമിത്തമാണെന്ന് ജോൺ തന്നെ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ അവൻ്റെ അടുത്ത് പോയി നിന്നെക്കുറിച്ച് സംസാരിച്ചു. അവൻ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ എന്താണ് തള്ളിക്കളഞ്ഞതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. ഞാൻ നിങ്ങളെ ശപിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ ക്ഷമിക്കുന്നു. കാരണം ക്ഷമിക്കാനും എളിമയും ശാന്തതയുള്ളവനുമായിരിക്കുവാൻ അവൻ എന്നെ പഠിപ്പിച്ചു. എങ്കിലും കർത്താവ് നിങ്ങളെ തള്ളിക്കളയാതിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഞാൻ നിങ്ങളെ നിരസിക്കാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ മിശിഹായെ സ്നേഹിക്കുവിൻ. ഒട്ടും സംശയിക്കണ്ട. ഇതാണ് അവനെക്കുറിച്ചുള്ള ഉറപ്പും തെളിവും. സമാധാനത്തിൻ്റെ അരൂപി, പരിപൂർണ സ്നേഹം, ഏറ്റവും ഉന്നതമായ ജ്ഞാനം, സ്വർഗീയമായ ഉപദേശം, പൂർണ്ണമായ ശാന്തത, എല്ലാം ചെയ്യാനുള്ള ശക്തി, പരിപൂർണ എളിമ, മാലാഖയ്ക്കടുത്ത ചാരിത്രശുദ്ധി. നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയില്ല. താൻ മിശിഹായാണെന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ സമാധാനം ശ്വസിക്കുമ്പോൾ, അവനിൽ നിന്ന് പ്രവഹിക്കുന്ന സ്നേഹം നിങ്ങൾ പാനം ചെയ്യുമ്പോൾ, നിങ്ങളുടെ അന്ധകാരത്തിൽ നിന്ന് നിങ്ങൾ പ്രകാശത്തിലേക്ക് വരുമ്പോൾ, പാപികൾ രക്ഷപ്പെടുന്നത് നിങ്ങൾ കാണുമ്പോൾ, ജഡികത സൗഖ്യം പ്രാപിക്കുന്നത് കാണുമ്പോൾ, നിങ്ങൾ പറയണം, ഇത് തീർച്ചയായും ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്നു എന്ന്. നിന്റെ പ്രവൃത്തികളെല്ലാം ജോൺ പറഞ്ഞതുപോലെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ സ്നേഹിക്കുകയും ലോകം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെല്ലാം ഞങ്ങൾക്ക് തരികയും ചെയ്യണമേ. അതിനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്.
ഞാൻ വളരെ ദൂരെ നിന്ന് വന്നത് എന്നെ സ്വീകരിക്കുന്ന മറ്റ് സ്ഥലങ്ങൾക്ക് നൽകുന്നതെല്ലാം ജോണിൻ്റെ പട്ടണത്തിനും നൽകാനാണ്. എന്നിൽ നിന്ന് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് പറയൂ. ഞങ്ങൾക്കും രോഗികളുണ്ട്. ഞങ്ങൾ അറിവില്ലാത്തവരാണ്. സ്നേഹവും നന്മയും ഒന്നും ഞങ്ങൾക്കൊട്ടും അറിഞ്ഞുകൂടാ. ജോൺ അയാളുടെ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ഇരമ്പുകയും തീ പറക്കുന്ന വാക്കുകളും ഉപയോഗിക്കുകയുമാണ് ചെയ്യുന്നത്. ഒരു രാക്ഷസൻ ഒരു പുൽക്കൊടിയെ വളയ്ക്കുന്നത് പോലെ എല്ലാവരെയും വളയ്ക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ധാരാളം ആളുകൾക്ക് മനസ്സിടിവുണ്ടാക്കുന്നു. കാരണം മനുഷ്യർ വിശുദ്ധരെന്നതിനേക്കാൾ കൂടുതലായി പാപികളാണ്. വിശുദ്ധരാകുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർ പറയുന്നത് നീ ഉയർത്തുന്നു, നീ വളയ്ക്കുന്നില്ല, നീ കരിക്കുന്നില്ല, നീ തൈലം ഉപയോഗിക്കുന്നു, നീ ഞെരിക്കുന്നില്ല, നീ തലോടുകയാണ് ചെയ്യുന്നത് എന്നെല്ലാമാണ്. നീ പാപികളോട് പിതാവിനെ പോലെ വർത്തിക്കുന്നു. രോഗങ്ങളുടെ മേൽ നിനക്ക് അധികാരമുണ്ട്. ഏതുതരം രോഗമാണെങ്കിലും, പ്രത്യേകിച്ചും ഹൃദയത്തിൻ്റെ ആത്മാവിൻ്റെ രോഗങ്ങളിന്മേൽ ഞങ്ങളുടെ റബ്ബിമാർക്ക് ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ കഴിവില്ല. നിങ്ങളുടെ രോഗികളെയെല്ലാം എൻ്റെ അടുത്ത് കൊണ്ടുവരിക. ഈ തോട്ടം ഇതിൽ ജീവിച്ചിരുന്ന കൃപാവരത്തിൻ്റെ ദേവാലയമായിരുന്നു. എന്നാൽ പിന്നീട് അത് ഉപേക്ഷിക്കപ്പെടുകയും പാപത്താൽ അശുദ്ധമാക്കപ്പെടുകയും ചെയ്തു. കുരുകിലിൻ്റെ വേഗതയിൽ ഹെബ്രോണിലെ ആളുകളായ അവർ എല്ലാ ദിക്കുകളിലേക്കും ഓടി. സിനഗോഗിൻ്റെ തലവനും ഈശോയും ശിഷ്യന്മാരും മാത്രം അവശേഷിച്ചു. അവരെല്ലാവരും കൂടെ വേലിക്കുള്ളിലേക്ക് കയറി ഒരു വള്ളിപ്പന്തലിൻ്റെ തണലിലേക്ക് മാറി. റോസക്കമ്പുകളും മറ്റു വള്ളികളും ചുറ്റിപ്പിണഞ്ഞ് കാടായി നിൽക്കുന്നവ. ജനമെല്ലാം വേഗത്തിലെത്തി. അവരുടെ കൂടെ മഞ്ചത്തിലെടുത്തിരിക്കുന്ന ഒരു തളർവാദ രോഗി, അന്ധയായ ഒരു യുവതി, മൂകനായ ഒരു ബാലൻ, വേറെ 2 രോഗികൾ എന്നിവരുണ്ട്. അവസാനം പറഞ്ഞവരുടെ രോഗം എന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റുള്ള ആളുകൾ താങ്ങിയാണ് ഇവരെ നടത്തുന്നത്. ഈശോ നിനക്ക് സമാധാനമെന്ന് ഓരോ രോഗിയോടും പറഞ്ഞ് അഭിവാദനം ചെയ്യുന്നു. പിന്നീട് കാരുണ്യത്തിൻ്റെ ഈ ചോദ്യം ചോദിക്കുകയാണ്: നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അതേ തുടർന്ന് വിലാപത്തിൻ്റെ ഒരു സംഘഗാനം തന്നെ കേൾക്കുന്നു. ഓരോരുത്തരും അവരവരുടെ കഥന പറയാൻ ശ്രമിക്കുകയാണ്. ഈ സമയം വരെ ഈശോ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ എഴുന്നേറ്റ് മൂകനായ ബാലൻ്റെ പക്കലേക്ക് പോകുന്നു. തുപ്പൽ കൊണ്ട് അവൻ്റെ അധരങ്ങൾ നനച്ച ശേഷം ആ വലിയ വാക്ക് പറയുന്നു: തുറക്കുവിൻ. അന്ധയായ സ്ത്രീയുടെ കൺപോളകളിലും തുപ്പൽ കൊണ്ട് നനച്ച് ഇതേ വാക്ക് ആവർത്തിച്ച് പറയുന്നു. പിന്നീട് തളർവാദ രോഗിയുടെ മേൽ കൈ നീട്ടിക്കൊണ്ട് പറയുന്നു: എഴുന്നേൽക്കുക. അവസാനം മറ്റു 2 രോഗികളുടെ മേൽ കൈവച്ച് പറയുന്നു: കർത്താവിൻ്റെ നാമത്തിൽ സുഖം പ്രാപിക്കുക. അവ്യക്തമായ അല്പം ശബ്ദം കേൾപ്പിക്കുന്ന മൂകനായ ബാലൻ അമ്മേ എന്ന് വ്യക്തമായി വിളിക്കുന്നു. യുവതി കണ്ണു ചിമ്മി പ്രകാശം കാണുന്നു. കൈ മറച്ചു പിടിച്ചുകൊണ്ട് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സൂര്യനെ നോക്കുന്നു. കരയുകയും ചിരിക്കുകയും വീണ്ടും വീണ്ടും പകുതി തുറന്ന മിഴികളോടെ നോക്കിക്കാണുകയും ചെയ്യുന്നു. ഭൂമി, വൃക്ഷങ്ങൾ, ഇലകൾ, ആളുകൾ ഇവയെല്ലാം കണ്ട് സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് ഈശോയെ നോക്കുന്നു. തളർവാദ രോഗി മഞ്ചത്തിന് പുറത്തിറങ്ങി നടക്കുന്നു. അത് വഹിച്ചിരുന്നവർ ആളില്ലാത്ത മഞ്ചം ഉയർത്തി ദൂരെ നിൽക്കുന്നവർക്കും കാണത്തക്ക വിധത്തിൽ പിടിക്കുന്നു. മറ്റേ 2 രോഗികളും സൗഖ്യം പ്രാപിച്ചെന്ന് മനസ്സിലാക്കി അവരുടെ രക്ഷകന്റെ മുമ്പിൽ മുട്ടുകുത്തി വണങ്ങുന്നു. ജനക്കൂട്ടത്തിൻ്റെ ഹോസാന വിളികളുടെ ഇരമ്പലാൽ ആ പ്രദേശം പ്രകമ്പനം കൊള്ളുന്നു. തോമസ് യൂദാസിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അയാളെ തറപ്പിച്ചു നോക്കി കാര്യം വ്യക്തമാക്കിയപ്പോൾ യൂദാസ് പറയുന്നു: ഞാൻ ഭോഷനായിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ. ജനത്തിൻ്റെ ആർപ്പുവിളി കെട്ടടങ്ങിയപ്പോൾ ഈശോ പ്രസംഗിക്കാൻ ആരംഭിച്ചു.